അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്ത ഒരുപാട് പേരുണ്ട് പല വിഷയങ്ങൾക്കും. ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമം നിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ചൊല്ലി നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സകലത്തിലും നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. നമുക്കറിയാം, അസ്മാഉൽ ഹുസ്നയെ പറ്റി ഖുർആനിൽ പറയുന്നു, അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് നിർബന്ധമായി ഉത്തരമുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട 99 നാമങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എത്ര മഹത്വമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകപ്പെടാൻ പഠിച്ചവൻ നമുക്ക് നൽകിപ്പെട്ട ആ അസ്മാഉൽ ഹുസ്നകൾ നമ്മൾ ചൊല്ലി ദുആ ചെയ്യണം. പണ്ഡിതന്മാർ ചില നാമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമം പറയുമ്പോൾ ഞാൻ ഈ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ നാമമാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അവിടെ പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലോകത്ത് വിവിധ തരത്തിലുള്ള സൃഷ്ടികളുണ്ടല്ലേ, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ഒരുപാട് സൃഷ്ടികൾ അല്ലാഹുവിനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചു. മുത്തനബി തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ച ആ മലക്കിന് 1000 തലകളാണുള്ളത്. എത്ര? 1000 തലകൾ. ഓരോ തലയിലും 1000 മുഖങ്ങളാണുള്ളത്. ഓരോ മുഖത്തിലും 1000 വായുകളുണ്ട്. എന്നിട്ട് വീണ്ടും അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ 1000 നാവുകളുണ്ട്. അതായത് 1000 നാവുകളുണ്ട്. അതായത് ആ മലക്കിന്റെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിലൂടെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ സദാസമയം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആ മലക്കിന്റെ ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. ആ മലക്കിന്റെ ജോലി. ഒരു ദിവസം ഈ മലക്ക് അല്ലാഹുവിനോട് ചോദിച്ചു. ഒരു ദിവസം ആ മലക്ക് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, എന്നെ സൃഷ്ടിച്ചത് മുതൽ ഞാൻ എത്രയോ കോടിക്കണക്കിന് ദിക്റുകളാണ് നിനക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലുന്നത്. എന്നെക്കാൾ ശ്രേഷ്ഠമായ ആരെയും നീ സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന് അല്ലാഹുവിനോട് ആ മലക്ക് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്ക് ചോദിച്ചു, ആരാണ്? അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, മലക്ക് ചോദിച്ചു, ആരാണ് പടച്ചവനെ? അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ആ പ്രവാചകന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും എന്റെ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കുകയും അത് എന്നും പതിവായി ചൊല്ലുകയും ചെയ്താൽ, എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്ന, ഒരുവൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓരോ പ്രാവശ്യം സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ നാമങ്ങൾ ഓരോ പേരും 10 പ്രാവശ്യം ചൊല്ലിയാൽ, 10 പ്രാവശ്യം വെച്ച് ഓരോ പേരും ചൊല്ലിയാൽ, അല്ലെ, അല്ലാഹുവിന്റെ നാമങ്ങൾ 99 ഉണ്ട്. അപ്പൊ ആ 99 നാമങ്ങൾ ഓരോ നാമങ്ങളും 10 പ്രാവശ്യം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ എന്നെക്കാൾ ഇരട്ടി തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം അവന് നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, അത്രത്തോളം മഹത്വമുള്ളതാണ് അല്ലാഹുവിന്റെ നാമങ്ങൾ. അപ്പോൾ പണ്ഡിതന്മാർ ഈ ഓരോ നാമങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്ന രീതിക്ക് നിങ്ങൾ ചൊല്ലണമെന്നൊക്കെ. അപ്പൊ ആ രീതിക്കൊക്കെ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്നതാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ പോകുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ശ്രേഷ്ഠമായ ഒരു ഇസ്മിനെ പറ്റിയാണ്. ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം വളരെ വലുതാണ്. നിങ്ങളെ അമ്പരപ്പെടുത്തും, ശത്രുക്കൾ നിങ്ങളെ തൊടാൻ പോലും കഴിയുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കടങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തരും. അതുപോലെ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഇൻഷാ അല്ലാഹ് വിജയം ഉറപ്പാണ്. ഈ ഇസ്മ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം ജനങ്ങളുടെ ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു കാവൽ നൽകുന്നതാണ്. ജനങ്ങൾ പല രൂപത്തിലാണ് നമ്മളോട്
ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്നവരുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ജനങ്ങളുണ്ട്. അവരുടെ ഷർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു കാവൽ നൽകപ്പെടുന്ന. അപ്പൊ ഈ ഇസ്മ ഞാൻ താഴെ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഗുണങ്ങളാണ്. രണ്ടാമതായിട്ട് ജനങ്ങളിൽ നിന്ന് വല്ല ഉപകാരവും കിട്ടാൻ ഈ ഇസ്മ കാരണമാണ് അല്ലേ. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. മൂന്നാമതായുള്ള നേട്ടം, കടം കൊടുത്തിട്ടുള്ളവർ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു തരുന്നതാണ്. നാലാമതായിട്ടുള്ള നേട്ടം, നാം ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ ആ കാര്യം സാധിച്ചു കിട്ടാൻ ഈ മഹത്തായ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നതാണ്. അഞ്ചാമതായിട്ടുള്ള നേട്ടം, ഈമാൻ വർദ്ധിക്കാൻ ഈ മഹത്തായ അല്ലാഹുവിന്റെ ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങിയാൽ പടച്ചവൻ അല്ലാഹു നിങ്ങൾക്ക് റബ്ബ് എല്ലാ മേഖലകളിലും ഈമാനികമായ ആവേശം അല്ലാഹു നൽകുന്നതാണ്. ആറാമതായി കിട്ടുന്ന നേട്ടം, അല്ലാഹു സമ്പത്തിൽ വർധനവ് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഇസ്മൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക. സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകുന്നതാണ്. ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടത് നമുക്ക് നോക്കാം. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ഇനി എങ്ങനെയാണ് ഈ മഹത്തായ ഇസ്മ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും 11 തവണ പറയാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും പറയാം. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ദിക്റുകളും സലാത്തുകളും പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നത് വളരെ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കി എപ്പോ വേണമെങ്കിലും ഇസ്മ പറയാം. ഏതാണ് ഇസ്മ നമുക്ക് നോക്കാം. യാ ഹക്കം യാ അല്ലാഹ്, യാ ഹക്കം യാ അല്ലാഹ്, യാ ഹക്കം യാ അല്ലാഹ്, യാ ഹക്കം യാ അല്ലാഹ്, യാ ഹക്കം യാ അല്ലാഹ് എന്ന ഈ മഹത്തായ ഇസ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്ന ഒന്നാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ ഇസ്മ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു 11 തവണ നമുക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കപ്പെടുന്നതാണ്. ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ട്, കഷ്ടപ്പാടുകളുള്ളവരുണ്ട്, വേദനകളുള്ളവർ, ദുരിതങ്ങളുള്ളവരുണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെല്ലാനും എളുപ്പമായി ചെല്ലാനുമുള്ളൊരു മഹത്തായ ഇസ്മനെയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവേ, നിന്റെ 99 നാമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട മജ്‌ലിസാണ് അല്ലാഹ്. ഇതെല്ലാം നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികൾ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ പടച്ചവനെ. 2 ലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പ്രസംഗം കേൾക്കുന്നവർ പല രോഗികളുണ്ട് റബ്ബേ. കിഡ്നി രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള അല്ലാഹുവേ സകല ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവർ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തി എത്രയോ മക്കളുള്ളവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കടകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. പരിശുദ്ധ റജബ് മാസത്തിലൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ ആ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റമദാൻ നീ ഒരുപാട് ഐശ്വര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ എന്തെല്ലാം നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ ഇണകളിലും എല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാ. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദുആകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണേ പടച്ചവനെ. ഒരുപാട് പേര് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഞങ്ങൾക്ക് നീ സകല ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും സകല വറാഹത്തുകളും നീ ഹാസിലാക്കണേ പടച്ചവനെ. അല്ലാഹു, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് അല്ലാഹുവേ പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അവരുടെ സകല പ്രയാസങ്ങൾ നീ മാറ്റണേ പടച്ചവനെ. ഞങ്ങളുടെയും അവരുടെയും എല്ലാം സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടുതൽ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിന്റെ അടുക്കലേക്ക് ഈ കരങ്ങൾ ഉയർത്തപ്പെട്ടത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.